ഹലോ, മിർഷാദ് വിസി വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നലെ നമ്മൾ MRZ തൊപ്പി ഗ്യാങ്ങിനെ കുറിച്ച്, അവരുടെ ഗ്യാങ്ങിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചും അവരുടെ ഗ്യാങ്ങിന് ഇപ്പോൾ വന്ന പുതിയ മാറ്റങ്ങളെ കുറിച്ചും തൊപ്പിയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ MRZ ഗ്യാങ്ങിൽ പുതിയതായിട്ട് വന്ന മമ്മൂനെ കുറിച്ച് പറഞ്ഞു, മമ്മൂന്റെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞു. മമ്മു എന്ന് പറഞ്ഞാൽ ഒരു പഴയകാല തൊപ്പിയാവാൻ ശ്രമിക്കുകയാണ്. പണ്ടത്തെ തൊപ്പി അലമ്പ് കാണിച്ച് തെറികൾ പറഞ്ഞ് അങ്ങനെ വൈറലാവാൻ നോക്കുന്ന ഒരാളാണ്. അങ്ങനെ ആളൊന്ന് വൈറലാവാൻ നോക്കിയതാണ്. സംഭവം സംഭവിച്ചതാണോ അതോ അവനുണ്ടാക്കിയൊരു കെട്ടുകഥ പറഞ്ഞതാണോ, എന്തായാലും ആളിപ്പോ എയറിലായി. മമ്മു പറഞ്ഞ കാര്യങ്ങൾ അത് അത്രയും മോശമായ കാര്യങ്ങളാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത മോശമായ തെണ്ടിത്തരാണ് അവൻ പറഞ്ഞത്, ഒരു സംശയവുമില്ല. അപ്പൊ നമുക്ക് ആ വീഡിയോയുടെ ഒരു തുടക്കം കുറച്ച് ഭാഗം കാണാം, എന്നിട്ട് ബാക്കി കാര്യം. അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ ഇത് കേൾക്കുമ്പോ ഈ ആങ്കറിന്റെ ഒരു എക്സ്പ്രഷൻ നോക്കണം. അവർക്ക് ഇങ്ങോട്ട് ഭയങ്കര സന്തോഷായി. ഇത്രയും മോശമായൊരു വൃത്തികെട്ടൊരു കാര്യം പറഞ്ഞിട്ട് ഇവള് സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള ഒരു ആങ്കറാണ് കേട്ടോ. ഈ നൈഷാന എന്ന് പറഞ്ഞൊരു ആങ്കർ, തട്ടം കെട്ടൊരു താത്തക്കുട്ടി. ഇവള് സ്ത്രീകൾക്ക് അപമാനമാണ്. ഇവക്കത് അറിയായിട്ട് എന്തൊരു ആകാംക്ഷ എന്നോ, അത് കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുക. ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. എന്ത് കാണാനുള്ള ത്വര? അവളുടെ വർഗത്തിൽപ്പെട്ട സ്ത്രീ എന്ന വർഗത്തിൽപ്പെട്ട സ്ത്രീകളെ ഒളിഞ്ഞു നോക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇവള് സ്ത്രീകൾക്ക് അപമാനമാണ്, ഒരു സംശയമല്ല. അപ്പൊ അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അധികം വീട് വെച്ചാൽ ഓടിട്ട് വീടിന് പുറത്തായിരിക്കും ബാത്റൂം ഉണ്ടാവും, ഉള്ളില് പുറത്തുനിന്ന് പോയി ഒളിഞ്ഞു പോകും. ഇതൊക്കെ ചെയ്യുമ്പോ ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ടുണ്ടോ? അതൊക്കെ ഭയങ്കര ഭയങ്കര ഇതിലാ ചോദിക്കുന്നത്. അപ്പൊ അവൻ പറയാ, അവിടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഓടിട്ട വീടായതുകൊണ്ട് പുറത്താണ് ബാത്റൂം. അപ്പൊ പുറത്ത് ബാത്റൂം ആയതുകൊണ്ട് ഒളിഞ്ഞു നോക്കാൻ സുഖമാണ്. ഇതൊക്കെ കേട്ട് ഇതൊക്കെ ഭയങ്കര ഭയങ്കര എൻജോയ് ചെയ്ത് കേട്ടിട്ട് കുത്തി കുത്തി ചോദിക്കുന്ന ഈ ആങ്കറെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. പെണ്ണെന്ന വർഗത്തിന് അപമാനമാണ് കേട്ടോ ഈ ഒരു നൈഷാന എന്ന് പറഞ്ഞ ഈ ഒരു ആങ്കർ. ഇത് ഇത്രയും കുത്തി കുത്തി ചോദിക്കുന്ന, അത്രയും ആകാംക്ഷയോടെ കുത്തി കുത്തി ചോദിക്കുന്ന, ഇവളുടെ പിറകിൽ ഇതൊക്കെ ചോദിപ്പിച്ച് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇതിനൊക്കെ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി ഇതിനൊക്കെ പിറകിൽ നിൽക്കുന്ന കുറച്ച് ടീമുണ്ട്. അവർ ഇതിലും വലിയ തണ്ടികളാണ്. ഇതിന്റെ ഡയറക്ടറും എഡിറ്ററും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അതിലൊക്കെ ഇതിൽ മാറ്റം വരുത്താലോ. ഈ പറഞ്ഞത് ഒരു തെറ്റായ പരാമർശമാണ്, ഇത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാലോ. ഇവൻ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിലും കള്ളമാണെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു കാര്യം പബ്ലിഷ് ചെയ്യുന്നതിന്റെ മുമ്പ് എഡിറ്റ് ചെയ്യണ സമയത്ത് ഇത് ഒഴിവാക്കാലോ. ഇപ്പൊ ആ ചാനലിൽ പോയി നോക്കിയാൽ ഈ ഒരു വീഡിയോ ഇല്ല കേട്ടോ. ഈ വീഡിയോ ഒക്കെ പോയി. ഇതൊക്കെ ആരോ റിപ്പോർട്ട് ചെയ്ത് അടിച്ചു പോയതാണോ എന്താണെന്നറിയില്ല. അത് അവർ ചാനലുകാർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണോ എന്നറിയില്ല. ഇപ്പൊ ചാനലിൽ ഈ ഒരു വീഡിയോ അല്ല, പക്ഷെ ലോകം മുഴുവൻ എത്തി. ഈ ഒരു ക്ലിപ്പ്, ഈ ഒരു ഭാഗം എല്ലാ സോഷ്യൽ മീഡിയയിൽ ആകെ എത്തി. ഇനി വീഡിയോ ഡിലീറ്റ് ചെയ്തുകൊണ്ടൊരു കാര്യമില്ലല്ലോ. വീഡിയോ ഇപ്പൊ കാണാനല്ല, പക്ഷെ വീഡിയോന്റെ ഈ കട്ടിങ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ ഇനി MRZ ഗാങ്ങിന്റെ ലൈവ് നടന്നിട്ടുണ്ട്. അവര് 1 മില്യൺ അടിക്കുന്ന ഒരു ലൈവ് ഭയങ്കര ആഘോഷമായിട്ടൊക്കെ നടത്താനിരുന്ന ലൈവാണ്. ഇന്നലെ ഈ മമ്മുവിന്റെ പ്രശ്നത്തില് അതിന്റെ മാപ്പ് പറച്ചിലും കരച്ചിലും പിഴിച്ചിലും പിന്നെ തൊപ്പി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ആയിട്ട് ഇന്നലത്തെ ലൈവ് കംപ്ലീറ്റ് ഈ മമ്മുവിന്റെ വിഷയമാണ്. അപ്പൊ ആ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഓക്കെ ഗൈസ്, ഇല്ല സോങ് ഒന്നും ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതങ്ങനെ നമ്മള് ഒരു എന്റർടൈൻമെന്റ് ലൈവ് അല്ല ഇന്ന്. അപ്പോൾ പാട്ടൊന്നും ഇട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ലൈവ് അല്ല. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഗ്യാങ്ങിലുള്ള കുറച്ച് അപ്ഡേറ്റ്സ്, MRZന്റെ മാനേജ്മെന്റ് അറിയിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പോകും. ഓക്കെ, ഇന്നൊരു എന്റർടൈനിങ് ലൈവ് ആരും പ്രതീക്ഷിക്കണ്ട, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. അപ്പൊ ലൈവിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഇന്നൊരു എന്റർടൈൻമെന്റ് ലൈവ് അല്ല, ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. മാനേജ്മെന്റ്, MRZ ടീമിന്റെ മാനേജ്മെന്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തൊപ്പി സ്ഥിരം ലൈവ് തുടങ്ങുന്ന ആ ഒരു എൻജോയ്മെന്റോ പാട്ടോ ഡാൻസോ ഒന്നും ഇല്ലാതെ ഫുൾ സീരിയസിലാണ് തുടങ്ങുന്നത്.
അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. വെറുതെ ചോദിക്കുന്നതായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയില്ല. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാണെങ്കിൽ അവൻ ഒരു ഇന്റർവ്യൂവിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുളിസീനെത്തി നോക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിട്ട് പറഞ്ഞു. അതെല്ലാവരെയും ബാധിച്ചു, ഗ്യാങ്ങിലെല്ലാവരെയും ബാധിച്ചു. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, എംആർജി എൻ്റെ സ്വന്തം ഇതല്ല, കമ്പനി അല്ല. എംആർജി എന്ന് പറഞ്ഞാൽ 6-7 വർഷമായിട്ട് ഈ ഗെയിമിംഗ് ഫീൽഡിലുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷനാണ്. ഓക്കെ, അപ്പോൾ അവർ ഒരു തീരുമാനം എടുത്താൽ എനിക്കതിൽ എത്രത്തോളം എനിക്ക് ഇടപെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ട്, ആ സ്ക്രിപ്റ്റും അങ്ങനത്തെ ഇതല്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, സ്ക്രിപ്റ്റ് അല്ല ഇത്, ഞാൻ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഓൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനോ അങ്ങനെ ഞാൻ വന്നതല്ല. ഓക്കെ, സ്ക്രിപ്റ്റ് അല്ല ബ്രോ, അങ്ങനെ പറയല്ല ബ്രോ, ഇത് സീരിയസ് കാര്യമാണ്. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇത്രയും ആൾക്കാർ, നമ്മൾ ഈ ഗ്യാങ്ങിലുള്ള 8 പേര് ഇത്രയും ഇപ്പം കഴിഞ്ഞ എത്രയോ കാലമായിട്ട് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. എല്ലാവർക്കും ഒരു നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ. ഞാൻ പണ്ട് ചെയ്ത ഇതെല്ലാം മായ്ച്ച് കളഞ്ഞ് എല്ലാവർക്കും നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവന് ഒരാൾ കാരണം ഇങ്ങനെ എല്ലാവർക്കും ചീത്തപ്പേര് വരുവാണെങ്കിൽ പിന്നെ അവിടെ വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ തൊപ്പി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരോ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നടന്ന കാര്യം മമ്മു പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ MRZ ഗ്യാങ്ങെന്ന് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇതിനൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കമ്പനി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ പണ്ട് വരുത്തി വെച്ച ചീത്തപ്പേരുകളൊക്കെ ഞാൻ തന്നെ മാറ്റി കൊണ്ടുവന്ന് ടീമിന് നല്ലൊരു പേരാക്കി ഞാൻ കൊണ്ടുവരുന്ന അതിനിടയിലാണ് ഇങ്ങനൊരു പ്രശ്നം വന്ന് അത് ടീമിനെ മൊത്തത്തിൽ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് തൊപ്പി നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതന്നെയാടാ. അതായത് പക്ഷെ മമ്മു പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ ഇന്റർവ്യൂക്കാർ അവിടുന്ന് എന്തെങ്കിലും ഫണ്ണ് വേണോ, എന്തെങ്കിലും കോമഡി ആക്കുന്നിട്ട് നിർബന്ധിച്ചിട്ടാണ് ഇവനിത് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഒരിക്കലും അങ്ങനെ കോമഡിക്കായ പോലും തമാശക്കാണെങ്കിൽ പോലും ഒരിക്കലും ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ ആ പഴയ ക്യാരക്ടർ വിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഒരു നെഗറ്റീവ് പോലും ഒരു തരത്തിലും ഗ്യാങ്ങിനെ MRCനെ എന്നെ ബാധിക്കുന്ന ഒരു മോശം ഇതും ഞാനിവിടെ ടോളറേറ്റ് ചെയ്യാത്തതാണ്. ഓക്കെ, അപ്പോൾ തൊപ്പി പറയുന്നത് മമ്മ അതൊരു ഫണ്ണിന് വേണ്ടി അവരെന്തെങ്കിലും ഫണ്ണ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാണ്. എന്ത് ഫണ്ണിനായാലും ഫണ്ണായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ ഇത്, ഒരു ഫണ്ണായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ ഇത്. അത്രയും മോശമായ തെണ്ടിത്തരാണ് അവൻ പറഞ്ഞത്. അല്ല, അതിന് തൊപ്പിയും സപ്പോർട്ട് ചെയ്യുന്നില്ല. തൊപ്പിയും പറയുന്നത് അവൻ പറഞ്ഞത് വളരെ മോശമാണ്, ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവൻ്റെ ഈ ലൈവിൽ കംപ്ലീറ്റ് അവന് സപ്പോർട്ട് ചെയ്തിട്ടൊരു കാര്യവും പറയുന്നില്ല. അപ്പൊ അവൻ പറയുന്നത് അവന് മമ്മു ചെയ്ത കാര്യമല്ല, അതവന് ഇവർക്ക് ഒരു ഫണ്ണിന് വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണെന്നാ പറയുന്നത്. ആണെങ്കിലും അല്ലെങ്കിലും ഫണ്ണായിട്ട് പറഞ്ഞതാണെന്നുണ്ടെങ്കിലും സംഭവിച്ചതാണെന്നുണ്ടെങ്കിലും വളരെ മോശം തെണ്ടിത്തരാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ചെയ്തു ഇതെല്ലാം എന്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഫുൾ ടൈം അവിടെ ഇരിക്കണമായിരുന്നു. ഞാൻ ഫുൾ ടൈം അവിടെ ഇരുന്നില്ല, ഞാൻ അവിടെ നിന്ന് മാറി. അതാ പ്രശ്നം. ഇന്റർവ്യൂ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി. ഇതെന്റെ സത്യം പറഞ്ഞാൽ ഇവൻ പണ്ട് കാണിച്ച മിസ്റ്റേക്ക് ആണെങ്കിൽ ഇവന്റെ പാരൻസിന്റെ പിടിപ്പ് കേടാന്ന് പറയാം. പക്ഷെ ഇവൻ ഇപ്പൊ കാണിക്കുന്ന മിസ്റ്റേക്ക്, മമ്മു ഇപ്പൊ കാണിക്കുന്ന മിസ്റ്റേക്ക് കംപ്ലീറ്റ്ലി എന്റെ മാത്രം മിസ്റ്റേക്കാണ്. ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ആരെന്ത് പറഞ്ഞാലും ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം എന്റെയും കൂടി തൊപ്പി ഭയങ്കര മെച്ചോർഡായിട്ട് സംസാരിക്കണം കേട്ടോ. കാരണം അവന്റെ ഭാഗത്തും തെറ്റുപറ്റി എന്നാണ് തൊപ്പി പറയുന്നത്. 100% ഞാൻ സമ്മതിക്കുന്നുണ്ട്, എൻ്റെ ഭാഗത്തും തെറ്റുപറ്റി. ഞാൻ ആ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അവിടുന്ന് ഞാൻ മാൻ പാടില്ലായിരുന്നു, അവിടെ തന്നെ വേണ്ടിയെന്ന്. ആ ഒരു സമയത്ത് കുറച്ച് സമയത്ത് ഞാനൊന്ന് മാറി. ആ ഒരു സമയത്താണ് ഈ ഒരു സംസാരം ഉണ്ടായത്. അതിൽ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയെന്ന് തൊപ്പി പറയുന്നുണ്ട്. ഇവന്റെ അടുത്ത് വന്നതിന് ശേഷം ഇവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണെന്ന് തൊപ്പിയായിട്ട് പറയുന്നുണ്ട്. അതിനാരും കുറ്റം പറഞ്ഞാലും ഞാൻ ഏൽക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വന്ന് അവനത് പറഞ്ഞത് അതാ. പിന്നെ ഇവൻ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവൻ വെറുതെ ആടെ മാസം അടിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഈ മണ്ടൻ. അവര് രണ്ട് കുത്തി ചോദിക്കുമ്പോഴേക്ക് ആടെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യണ്ട, കോമഡി ക്രിയേറ്റ് ചെയ്യണ്ടെന്നോട്ട് ഇങ്ങനത്തെ മണ്ടത്തരല്ലേ വിളിച്ചു പറഞ്ഞത്. പിന്നെ അന്ന് ഒരു മാസം മുമ്പ് ഇവനൊരു വർത്താനം പറഞ്ഞല്ലോ എന്നോട്. ഒരു മാസം മുന്നേ
ഒരു ദിവസം നമ്മളിങ്ങനെ ചായ പിടിച്ച് വൈകുന്നേരം ഇരിക്കുമ്പോൾ ഈ തെണ്ടി ഈ ഒരു മാസമല്ല, ഒരു 2-3 ആഴ്ച, ഒരു മാസത്തോളായി. ഒരു ദിവസം വൈകുന്നേരം ചായ പിടിച്ചോണ്ടിരിക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, നീ അത് പണ്ട് ഫേമസ് ആയത് കേസ് വന്നിട്ടല്ല ആദ്യം എല്ലാവരും പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരു കേസ് പിടിച്ചാലോ എന്നുള്ള ഒരു സംഭവം ഒരു മാസം മുമ്പ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ കൈയും കാലും പിടിച്ച് ഞാൻ നന്നായിട്ട് ഉപദേശിച്ചു പോയതാ, മോനെ പബ്ലിക്കിലോ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനത്തെ വർത്താനങ്ങളോ ഒരു ഇതും പറയരുത്, വളരെ സൂക്ഷിച്ച് സംസാരിക്കണം, അങ്ങനത്തെ മൊത്തം പറഞ്ഞെടുത്താ. പക്ഷെ ഇവനൊരു ഐഡിയാടാ, ഇവന് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം കുറവാ. ഇതാ പ്രശ്നം. ഇങ്ങനെ ഒരാളെ നമ്മൾ ഒന്നിച്ച് നിന്നാല് നാളെ അടുത്ത ഇതിലും വലുതാന്ന് വരുവാ അല്ലേ? കണ്ടോ, അതാണ് സംഭവം. എന്ത് തെണ്ടിത്തരം ചെയ്തിട്ടായാലും അവന് സ്റ്റാർ ആയാൽ മതി. അപ്പൊ തൊപ്പിനോട് പണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടില്ലേ, നീ പണ്ട് തെണ്ടിത്തരങ്ങളൊക്കെ കാണിച്ച് കേസുകളൊക്കെ വന്നിട്ടല്ലേ നീ സ്റ്റാർ ആയത്. അപ്പൊ അതുപോലെ എനിക്കും ആവാം, കേസുകളൊക്കെ വന്ന ആവാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പബ്ലിസിറ്റി വന്നാൽ മതി എന്നാണ് ഈ ചെക്കൻ്റെ ഉദ്ദേശം. അത്രയും ബുദ്ധി, അവന്റെ ബുദ്ധി പോയ പോക്കാണ് നോക്കുന്നത്. തീരെ 5 പൈസന്റെ ബുദ്ധി ഇല്ലാത്തൊരു ചെക്കൻ. എത്ര ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞാലും അവന്റെ ആ പ്രായത്തിൽ അവൻ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവന്റെ വായിൽ വന്നത്. അതിൽ യാതൊരു സംശയമില്ല. എന്താ പറയാ, അത്രയും നല്ല കാര്യങ്ങൾ ഏത് ഇപ്പൊ തന്നെ നമ്മളൊരു 50%, 50 അല്ല, ഒരു കൂടുതൽ 3/4 ഭാഗം നമുക്ക് എല്ലാവരും നല്ലതാ പറയുന്നു. ഒരാൾ പോലും ഇപ്പൊ ഈ വീഡിയോസ് ഇറങ്ങുമ്പോൾ പോലും ഈ മമ്മൂന്റെ ഇഷ്യൂല് ഈ കാര്യങ്ങളും ഈ റിയാക്ഷൻ ഇതെല്ലാം വരുമ്പോൾ പോലും കമന്റ്സിലൊന്നും ഒറ്റ ഒരാൾ പോലും എന്നെ പറയുന്നില്ല, എന്നെയോ നമ്മളാരും പറയുന്നില്ല. മനസ്സിലായി? നമ്മൾ അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കാര്യങ്ങൾ. അത് ശരിയാണ് കേട്ടോ, തൊപ്പി പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോൾ അവരുടെ ഗ്യാങ്ങിനെ കുറിച്ച് കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം എന്നല്ല, പറ്റാൻ മോശം അഭിപ്രായം ഒരുപാട് മാറി. അവരുടെ ഗ്യാങ്ങിനെ കുറച്ച് നല്ല പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം വന്ന് ചാടുന്നത്. അത് ഇവരുടെ ഒരു ഗ്യാങ്ങിനെ എന്തായാലും ഒരുപാട് ബാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തൊപ്പി പറഞ്ഞത് കറക്റ്റാണ്. അതിന്റെ അടക്കാന്ന് ഇവന് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, അതാണ് പ്രശ്നം. മനസ്സിലായോ ബ്രോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ചതിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓനൊരു അനിയനായിട്ടാണ് കാണുന്നത്. എനിക്ക് എൻ്റെ അനിയന്റെ അതേ സ്ഥാനത്താണ് ഞാൻ ഓനെ കാണുന്നത്. പക്ഷെ ഓനൊരു ഡേഞ്ചറസ്, ഓനൊരു ആറ്റം ബോംബാന്ന്. മനസ്സിലായി? ഓനൊരു പൊട്ടാനിരിക്കുന്ന ബോംബാ. നമ്മളെ നടുക്കൊരു പൊട്ടുന്ന ബോംബ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവില്ലടാ. ഇനിയിപ്പോ അടുത്തൊരു സ്ഥലത്തേക്ക് പബ്ലിക്കിലേക്ക് ഇവനെ കൊണ്ടുപോകുമ്പോൾ പേടിക്കണ്ടേ? ഒരു സംശയമില്ല, മമ്മു നിങ്ങളെ ഗ്യാങ്ങിൽ ഒരു പൊട്ടാനിരിക്കുന്ന ഒരു ബോംബാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ബോംബ് നന്നായി വരുന്ന ഒരു പ്രതീക്ഷയില്ല. നന്നാവണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കണം. എന്താണ് നിങ്ങളെ ഗ്യാങ്ങിൽ തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു കാര്യമായിട്ടൊരു തീരുമാനം എടുത്ത് അവൻ നന്നായി വരികയാണെന്നുണ്ടെങ്കിൽ അവനും അവന്റെ കുടുംബത്തിനൊക്കെ നല്ലത്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസത്തിന്റെ ഒരു ലൈവ് ചെയ്യുമ്പോൾ രാത്രിയുള്ള 1.5 മണിക്കൂർ 2 മണിക്കൂറേ കാണുന്നുള്ളൂ. നമ്മൾ ഇവനെ ഫുൾ ടൈം കാണുന്നതാണ്. ഇവന്റെ തല എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. ഇവൻ എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിയില്ലാത്തൊരു മണ്ടനാണ്. ഇവനൊരു 25-30 വയസ്സായാലും ഇവൻ ഈ ബുദ്ധി തന്നെ ആയിരിക്കും. ശരിയാണ്, അവന് 25 വയസ്സായാലും 30 വയസ്സായാലും 40 വയസ്സായാലും ഈ ബുദ്ധി തന്നെയായിരിക്കും. ഞാൻ ഉണ്ടായിരുന്നു, എന്നിട്ട് എന്തുണ്ടാക്കി നീ? ഞാൻ ഉണ്ടായിരുന്നു, കേട്ടിരുന്ന് മണ്ടനെ പോലെ. ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ ഇവൻ പറയുന്നത് കേട്ട് ഇങ്ങനെ എന്ത് കഷ്ടപ്പെട്ടിട്ടാ നീ ആലോചിച്ച, എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാ. നിങ്ങൾക്കെല്ലാം ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടല്ലടാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം ഒരു ജീവിതം. എനക്കെന്താ ഒറ്റക്ക് സ്ട്രീം ചെയ്യാൻ അറിയാറ്റാ? ഞങ്ങക്കെന്താ പണ്ടത്തെ പോലെ ഞാൻ സ്ട്രീം ചെയ്തിട്ടുണ്ടെങ്കിൽ എനക്കെന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിന്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഗ്യാങ്ങിന് നല്ല പേരുണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം എന്നാ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ കേട്ടോ, ഇവിടെയൊക്കെയാണ് നമ്മൾ തൊപ്പിന്റെ ഈ ഒരു മെച്യൂരിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സംസാരിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്യാങ്ങിന് നല്ല പേരുണ്ടാക്കി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. എനിക്ക് ഒറ്റക്ക് സ്ട്രീം ചെയ്യാനോ എനിക്ക് ഒറ്റക്ക് ലൈവ് ചെയ്യാനൊക്കെ അറിയില്ലേ? നിങ്ങളൊക്കെ കൂട്ടി ചെയ്യുന്നത് നിങ്ങളൊക്കെ ഒരു ജീവിതം മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. എല്ലാവരും കൂട്ടുപിടിക്കുന്നത് അതിനാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ആ സംസാരത്തിൽ വന്ന ആ ഒരു മെച്യൂരിറ്റിയാണ് ഈ ഒരു സംസാരത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ഇവന്റെ ഉമ്മയും അനിയനും ഉണ്ട്, അവരെ ഇതാക്കാൻ അവരെ കാര്യങ്ങളും നോക്കുന്ന ഇവനാണ്. അത് ആ ഒറ്റ വിഷമം എനിക്കുള്ളൂടാ. ആ ഒറ്റ ഇതേ ഉള്ളൂ. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ലെവലിലാണ് ഞാനിത് ചെയ്യണം. എങ്ങനെ ഇവനെ പുറത്താക്കിയാലും ഞാൻ കാര്യങ്ങൾ നോക്കും. അത് വേറെ വഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ മുഖം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമായത്. കാര്യം പറയാലോ, ഇവൻ ഇങ്ങനെ ഒരു തെണ്ടിത്തരം ചെയ്തതിന് അവരും കൂടി എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? അവനെ പുറത്താക്കിയാലും അവനൊരു ഉമ്മയുണ്ട്, ഒരു അനിയനും ഉണ്ട്. അവരുടെ കാര്യം ഞാൻ നോക്കും.
അവനെ പുറത്താക്കിയാലും അവരെ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവൻ ചെയ്ത തെണ്ടിത്തരത്തിന് അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ശരിയാണ്, ഒരു പാവം ഉമ്മയും ഒരു അനിയനും അവന്റെ നാട്ടിൽ അവിടെ ഉണ്ട്. അവരിത് ചെയ്യുന്ന തെണ്ടിത്തരമൊന്നും അവരറിയുന്നില്ലല്ലോ, മോൻ ചെയ്യുന്ന തെണ്ടിത്തരങ്ങളൊന്നും അവരറിയുന്നില്ലല്ലോ. അപ്പൊ ഇവനെ അങ്ങനെ പുറത്താക്കി ഒഴിവാക്കി വിടാൻ പറ്റില്ല. അവന്റെ കുടുംബം ഒഴിവാക്കി കഴിഞ്ഞാലും കുടുംബം ഞാൻ നോക്കും എന്നൊക്കെയാണ് തൊപ്പി പറയുന്നത്. ഇല്ലാത്ത കഥയാണ് ഇതെല്ലാം, വെറുതെ തട്ടി വിടുന്നതെന്ന് ഇവനെ എങ്ങനെയെങ്കിലും രണ്ടാൾക്കാർ ഇവന്റെ വിചാരം ഇവനെ മറ്റേ മാസ് ബീജം ഇതെല്ലാം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഇതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായോ? ഇവൻ മറ്റേ ഫാൻ പേജുകളിൽ എഡിറ്റ് വരുമല്ലോ, ഇത് ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫാൻ പേജുകളിൽ എഡിറ്റ് വരുന്നത് ഇവൻ എപ്പോ ഇരുന്ന് എപ്പോ ഇരുന്ന് കാണും. ഇവൻ അത് വിചാരിച്ചിട്ട് കുറച്ച് മാസം ആക്കാം, കുറച്ച് കോമഡി ആക്കാന്നുള്ള ലെവലിലാണ് നടന്നത്. അതിന്റെ ഇടക്ക് അവരവിടെ കുത്തി എന്താ ഫണ്ണില്ല മമ്മ എന്താ ഇത്ര ബോറിംഗ് ആയിരുന്നു എന്നുള്ള ലെവലിൽ ഇവരിങ്ങനെ ഇതാക്കുന്നുണ്ട്, എരിപ്പ് വരുന്നുണ്ട്, എന്തെങ്കിലും ഇവൻ കോമഡി പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇവൻ ഇങ്ങനെ എന്തെല്ലോ ചറ തട്ടി വിട്ടതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഫാൻ പേജിൽ എഡിറ്റ് വരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഫാൻ പേജിൽ എഡിറ്റ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂന്. മാസ് ബീജിയൊക്കെ ഇട്ടിട്ട് ഫാൻ പേജിൽ എഡിറ്റ് വരുന്നത്, എഡിറ്റ് വന്ന് ഫാൻ പേജിൽ എഡിറ്റ് വരാൻ പറ്റിയ മാസ് ബീജിയൊക്കെ ഇടാൻ പറ്റിയ പഞ്ച് ഡയലോഗാണ് മമ്മു പറഞ്ഞത്. അതെന്താ സംഭവം? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് വിളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും വിളിച്ച്. അതാ ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. നിങ്ങളെ പോലെയുള്ള മറ്റു സ്ത്രീകളുടെ സ്വകാര്യ നിമിഷങ്ങൾ ഒളിഞ്ഞു നോക്കിയിട്ട് ഒരു നാറിയെ നിങ്ങൾ അവിടെ വിളിച്ചിരുത്തി ആനന്ദിക്കുക. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഒരു തെറ്റല്ല എന്ന രീതിയിൽ നിങ്ങൾ ലഘൂകരിക്കുക. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് അത് ഒരേ ആയിരിക്കുള്ളൂ. ഞാൻ ഒരിക്കലും ഈ ചെറുക്കനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാര്യം അവനെ കുറിച്ച് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമല്ല. കറക്റ്റാ, മൂപ്പര് പറഞ്ഞതും കറക്റ്റാ. ചെക്കനെ പറയണം, പക്ഷെ ചെക്കനെ പറയുന്നതിലേറെ അത് കുത്തി ചോദിക്കുന്ന ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ കാര്യമാണ് അതിന് കൂടുതലും പറയേണ്ടത്. അറിയാം ഒരു ബോണ്ടം വിഴുങ്ങി ഈടിയാന്ന് ഇയാൾക്കറിയാം. നിങ്ങൾക്ക് അല്പമെങ്കിലും സാമൂഹിക ബോധ്യം. ഒരു സ്ത്രീയുടെ മാനത്തിന് ഒരുത്തൻ വന്നിരുന്ന് വില പറയുമ്പോൾ കൈയടിച്ച് ചിരിക്കുന്ന മറ്റൊരു സ്ത്രീ, നിങ്ങൾ ഒരു സ്ത്രീയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടത്തിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? അത് ജനലിനിടയിൽ കൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹം ചിരിക്കുന്നു, മറ്റേ ആൾ പറയുന്നത് കാണാനുള്ള ത്വരയാണെന്ന്. ഷെയിം ഓൺ യു. നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പുച്ഛത്തോടെ എല്ലാത്തിനും ഒരു പരിധി വേണം. ഓക്കെ, ഫണ്ടും കാര്യങ്ങളൊക്കെ ഒക്കെ, പക്ഷെ അതിര് വിട്ടുള്ള പ്രകടനം അത് വളരെ ആപത്താണ്, ഈ നാടിന് ആപത്താണ്. ഇത് കണ്ട് വളർന്നു വരുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് മുന്നിൽ നിങ്ങളെപ്പോലുള്ളവർ കാണിക്കുന്നത് തെറി വിളിക്കുന്നത് പ്രശ്നമില്ല, മറ്റുള്ളവരുടെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കുന്നത് പ്രശ്നമില്ല എന്നുള്ള രീതിക്കാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇന്റർവ്യൂ ചെയ്ത് ഇത്തരം പെക്കൂത്തുകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. കറക്റ്റാണ് കേട്ടോ, ഈ ഒരു ഇതിൽ പറയുന്ന ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. സ്ത്രീകൾക്ക് അപമാനം തന്നെയാണ്. പുരോഗമനല്ലേ, പുരോഗമിക്കട്ടെ, എല്ലാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് നേരെ ആക്രമണം വരുന്ന കുറെ കമന്റ് സെക്ഷനിൽ അങ്ങനെ ചില ആൾക്കാർ വന്നിതാക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇത് വരുന്നു. മോനെ, ഞാൻ ന്യായമല്ലാത്ത ഒരു കാര്യം അത് ആര് ചെയ്താലും, എൻ്റെ സ്വന്തം തന്ത ചെയ്താലും ഞാൻ എന്തായാലും അങ്ങനെ ഇതാക്കാൻ നിൽക്കൂല. ഓക്കെ, ചില ആൾക്കാർ ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരെ താഴെ പോയിട്ട് ഇപ്പൊ ഒരു തൊപ്പി കണ്ടാൽ വലിച്ചു കീറും, ഇപ്പൊ തൊപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടും, അല്ലെ തൊപ്പി ആർമി വരും, ഇങ്ങനത്തെ എന്തായാലും MRC പിള്ളേരെ തൊടുന്നോടാ, ഇങ്ങനത്തെ കമന്റ്സ്. എടാ മോനെ, നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയത്. ഓക്കെ, നമ്മളെ ഭാഗത്താണ് മണ്ടത്തിന്, നമ്മളെ ഗ്യാങ്ങിലുള്ള നമ്മളെ ടീമിലുള്ള ഒരുത്തനാണ് ഈ കാണുന്ന ഫാൻസിനോടെ ഞാൻ പറയുന്നത്, നമ്മളെ ഭാഗത്തുള്ള നമ്മളെ കൂട്ടത്തിൽ ഒരുത്തനാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനവർ റിയാക്ട് ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് എടാ പൊട്ട സാമാന്യ ബോധമില്ലടാ നിങ്ങൾക്കൊന്നും, സാമാന്യ ബോധമില്ലേ? അതിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് താഴെ പോയിട്ട് ഇങ്ങനത്തെ വർത്താനം പറയാലേ. ഈ പറഞ്ഞത് തൊപ്പിന്റെ ഫാൻസിനോടും ഒക്കെയാണ് പറയുന്നത്. ആര് ചെയ്തതായാലും, തൊപ്പി ഗ്യാങ്ങിൽപ്പെട്ട ആര് ചെയ്തതായാലും, സ്വന്തം വാപ്പജന ചെയ്തതായാലും തെറ്റാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തീർത്തു പറയുന്നുണ്ട്. അതങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ഏത് ഗ്യാങ് ആയാലും ആ ഒരു ഗ്യാങ്ങിൽ പെട്ട് ഒരാൾക്ക് തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് അംഗീകരിച്ച് അത് തിരുത്താൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. ഇതൊന്നും ഒരിക്കലും ഇന്നലെ രാത്രി ഇങ്ങനെ ഈ ഒരു സംഭവം തുടങ്ങുമ്പോൾ നീ പൊട്ടി പുറപ്പെടുമ്പോൾ എനക്ക് എൻ്റെ ഉപ്പെല്ലാം പണ്ട അനുഭവിച്ച വിഷമെല്ലാം എനിക്ക് മനസ്സിലാവും. കാരണം നമ്മളൊരാൾ അത്രയും നോക്കി, അയാൾ അത്രയും കെയർ ചെയ്ത്, അയാൾക്കൊന്നും വരാണ്ട് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് അയാളെ വളർത്തി ഇങ്ങനെ കൊണ്ടുവരുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ പോയി ചെയ്യുമ്പം എൻ്റെ ഉപ്പാക്ക് പണ്ട് ഇതേ അവസ്ഥയായിരുന്നു. എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര ഇമോഷണലായി പോയി. കാരണം എൻ്റെ ഉപ്പാൻ്റെ മൈൻഡിലുണ്ടാകുന്ന ആ മാനസികാവസ്ഥ, ആ വിഷമം ഞാൻ ഇന്നലെ ശരിക്കും അനുഭവിച്ചടാ. കാര്യം പറയല്ല, അത്രയും എനിക്ക് വിഷമമായി പോയി. പണ്ട് ഞാനിങ്ങനെ ഓരോ തരങ്ങൾ കാണിക്കുമ്പോൾ, ഓരോ പരിപാടി തൊണ്ടിത്തരങ്ങൾ കാണിക്കുമ്പോൾ ഓരോ ദിവസവും രാത്രി എൻ്റെ ഉപ്പ എങ്ങനെയായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുന്നല്ലേ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയടാ.
കാരണം വെച്ചാൽ ഉപ്പ എന്നോട് സംസാരിക്കുകയും ചെയ്യില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും. മീൻസ് എന്നോട് മിണ്ടാണ്ട് അതിന് തന്നെ ഒരു കാരണമുണ്ട്. അതിന് ശേഷം ഇതുവരെ എന്നോട് മിണ്ടിയിട്ടില്ല, മനസ്സിലാവും. അപ്പം ഈ പുള്ളീൻ്റെ ഇമോഷൻ എന്താണെന്ന് ഒന്നും തുറന്നു പറയാൻ കഴിയില്ലല്ലോ എന്നോട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കൂലല്ലോ. അപ്പം എന്താ ഉള്ളിലെന്ന് എനിക്കറിയാൻ, ഒരാളോട് പറയാൻ പോലും പറ്റില്ല, എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, എന്നോട് സംസാരിക്കാൻ പോലും ഇതില്ലാത്തൊരവസ്ഥ. ഞാൻ ഇന്നലെ ശരിക്കും അത് ഞാൻ അറിഞ്ഞ് കർമ്മ ആ കാര്യം പറഞ്ഞു, ഇതൊരു കർമ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ശരിക്കും ഞാൻ ഉമ്മാന്നെല്ലാം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മാക്ക് എന്നോട് സംസാരിക്കാം, പിറ്റേ ദിവസം വന്ന് ഇതാക്കി പിന്നെ ഉമ്മനെ എനിക്ക് ഫുഡ് എടുത്തു തരും. ഞാൻ എന്ത് ചെയ്താലും ഉമ്മാനോട് ഞാൻ സംസാരിക്കും, മനസ്സിലാവും. പക്ഷെ ഉപ്പാന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കുറേയായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഓരോ പരിപാടി ചെയ്യുമ്പം അയാളെ തലയിൽ പുള്ളി എങ്ങനെയായിരിക്കും ഇത്രയും കാലം ജീവിച്ചത്. എനിക്ക് ഞാൻ സൗണ്ട് കേട്ടത് പോലും മറന്നുപോയടാ. ഞാൻ ചെറുപ്പത്തിൽ കേട്ടതാ സൗണ്ട്, ഞാൻ പുള്ളീൻ്റെ സൗണ്ട് പോലും ഞാൻ മറന്നുപോയി, മനസ്സിലായോ. ഇതൊക്കെയാണ് ഇവന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. കാരണം ഈ ഒരു സംഭവം കൊണ്ട് സ്വന്തം ഉപ്പ പണ്ട് അനുഭവിച്ച വേദന വരെ അവന് മനസ്സിൽ വന്നു എന്ന് പറഞ്ഞു. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവൻ ചെയ്ത തെണ്ടിത്തരങ്ങളും ചെയ്ത മോശം പ്രവൃത്തികളൊക്കെ കാരണം അവൻ്റെ ഉപ്പ അനുഭവിച്ച ടെൻഷനുകളും അവൻ്റെ ഉപ്പ അനുഭവിച്ച മാനക്കേടുകളൊക്കെ ഇപ്പം അവന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവനിൽ വന്നൊരു മാറ്റങ്ങൾ തന്നെയാണ്. ഇപ്പം അവൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ അവൻ്റെ കീഴിൽ കുറച്ച് ആൾക്കാർ ഉണ്ടാകുമ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാളൊരു തെറ്റ് ചെയ്തപ്പോൾ അവൻ്റെ ഉപ്പ പണ്ട് അനുഭവിച്ച വേദനയും ഇപ്പം അവന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാനസികാവസ്ഥയും സെയിം ആണെന്ന് ഉപ്പിൻ്റെ ജീവിതത്തിൽ ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ വന്നൊരു നല്ല മാറ്റങ്ങൾ തന്നെയാണ്. മറന്നുപോയി, മനസ്സിലായോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ തൊപ്പിയുടെ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ, ഒരു ബഡ്ഡിംഗ് സ്റ്റേജിൽ തൊപ്പി എങ്ങനെയായിരുന്നു, അതിന്റെ ഒരു കാർബൺ കോപ്പി അടിച്ച് കയറാൻ മമ്മൂന്റെ സ്കിൽ കാര്യം മമ്മൂ സംഭവം എന്താ പറയാ, ഞാൻ പണ്ട് ചെയ്തതുപോലെ ചെയ്തിട്ട് കയറി പോവാ അങ്ങനത്തെ ഒരു ഇത് സത്യം പറഞ്ഞാൽ 90% തെറ്റ് എന്റേതാടാ. ഇവൻ എന്നെ കണ്ടിട്ട് എന്നെ പോലെ ഇതാക്കാൻ നോക്കിയിട്ടാണ് ഇവൻ ഈ മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്. അതാ സംഭവം. ഇത് കറക്റ്റാ, അത് സീക്രട്ട് ഏജന്റ് പറഞ്ഞതും കറക്റ്റാ. തൊപ്പി ആവാൻ ശ്രമിക്കുകയാണ്. പണ്ടത്തെ തൊപ്പി ആവാൻ ശ്രമിച്ച് വൈറലാവാൻ നോക്കിയതാണ്. പക്ഷെ അത് നോക്കിയ ഏരിയ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തെറ്റിപ്പോയി, പാളിപ്പോയി. അപ്പൊ ഇനി മമ്മൂനെ ഇറക്കിക്കൊണ്ടുവരട്ടോ. മമ്മൂ ആളെ റൂമിലുണ്ട്, കരഞ്ഞിരിക്കണ രാവിലെ മുതൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് കരഞ്ഞിട്ട് എന്ത് കാര്യം, പറയാനുള്ളത് വായിന്ന് വന്നു പോയി, തെണ്ടിത്തരം പറഞ്ഞു പോയി. ഇനി കരഞ്ഞിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഏതായാലും ആളെ താഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരുന്നുണ്ട്. എടാ പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാനാ പറഞ്ഞത്, മാനേജ്മെന്റ് പുറത്താക്കാൻ. എനിക്ക് എന്നോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല, എനിക്ക് വിഷമമാണ് കാണുമ്പോൾ. നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. ആരുമില്ലല്ലോ, ഫുഡ് പോലും കിട്ടില്ല. ഇങ്ങനെ കരഞ്ഞ് മെഴുകിയിട്ട് ഇനി എന്താ കാര്യം? എന്നെ ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഫുഡ് പോലും കിട്ടില്ല എനിക്ക്. അതിന് ഫുഡ് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട, ഫുഡ് മാത്രം കിട്ടിയാൽ മതി. നീ കരച്ചിൽ നിർത്തും. നീ എക്സ്പ്ലെയിൻ എന്താന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയണം. എക്സ്പ്ലനേഷൻ കൊടുക്കുക, ആൾക്കാർക്ക് വേണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കും. കുറെ കരച്ചിൽ ഇതും ആക്കല്ല. ഇത് നീ ആക്ട് ചെയ്യുന്നതാണോ നമുക്ക് സംശയമുണ്ട്. എന്താ കോമഡിക്ക് വേണ്ടി ചെയ്തതാണ്, കോമഡിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. എന്തൊരു നല്ല കാര്യമാണ് കോമഡിക്ക് വേണ്ടി ചെയ്തത്. എന്ത് നല്ലൊരു വാക്കാണ് പറഞ്ഞത്. എന്ത് ചെയ്യും എന്താന്ന് വെച്ചാൽ വേഗം സംസാരിക്കും. മോനെ നിന്നെ പുറത്താക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. ഒരാള് പോലും നിന്നെ പുറത്താക്കണ്ടെന്ന് പറയുന്നില്ല. ഒരാള് പോലും പറയുന്നില്ല. എല്ലാരും കിക്കെന്ന് പറയുന്നത്. എല്ലാരും കളിയാക്കി ചിരിക്കാൻ നിന്നെ നോക്ക്. ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലായോ.
എന്താ നിനക്ക് പറയാനുള്ളത് പറ. നീ എന്തിനങ്ങനെ ചെയ്തു? അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു? ഒരു ചാൻസ് തന്നോളേക്ക്. ഞാനൊന്നും ചെയ്യൂല, ഞാൻ ലൈവിലൊന്നും ചെയ്യൂല. ലൈവിൽ ഇനി അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. നീ ഇനി ലൈവിലില്ല മമ്മു. ഒന്നാമത്തെ കാര്യം അത് എനിക്ക് സിനിമയിൽ കാണുന്ന പോലെ ചെയ്തതാണ്. സിനിമയിൽ കാണുന്ന പോലെ ചെയ്തത് ഒരു ചാനലിൽ വന്ന് പറഞ്ഞതാണ്. സിനിമയിൽ കാണുന്ന പോലെ ചെയ്തതാണ്. ഏതായാലും മോനെ മനസ്സിലായി. അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാൽ സൂക്ഷിക്കാൻ? ഒന്നും ചെയ്യൂല, അതിന് പുറത്താക്കല്ല. ഇത്രയും ഇടുന്നില്ല നീക്ക് മാത്രല്ലല്ലോ. ഇല്ലടാ, അങ്ങനെ കരഞ്ഞു മെഴുകാണ്. എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകാണ്. ഈ ഒരു ടീമിനെ മുഴുവൻ നാണക്കേടിലേക്ക് വരുത്തിച്ച ഒരാള് പിന്നെ ഇവര് സപ്പോർട്ട് ചെയ്യോ? എന്തായാലും ഇവരെന്താ ചെയ്യണത്, എന്താണ് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല. അത് നമുക്ക് ലാസ്റ്റ് കാണാം. വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും. ബാക്കിയല്ലടാ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത്. അപ്പൊ ഒരുത്തം വന്നിട്ട് എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്, ഭയങ്കര സീനാണ്. പറയട്ടെ, ഒരു കറക്റ്റാണ്. ഇവർക്ക് എല്ലാവർക്കും ഒരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇവരുടെ ടീമിൽ കുറെ മാറ്റങ്ങൾ വരുത്തി നല്ല രീതിയിൽ അവർ കൊണ്ടുപോകുന്നത് ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതവും നല്ലൊരു ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്ന് പറഞ്ഞ് തൊപ്പി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ലൈവിലൊന്നും തൊപ്പിന്റെ വായിൽ നിന്നൊരു മോശം സംസാരം വരുന്നില്ല. പഴയ ഇപ്പോൾ ഒരു 3-4 മാസം മുമ്പത്തെ തൊപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈവിലൊക്കെ എത്ര മോശപ്പെട്ട തെറികൾ വന്നിട്ടുണ്ടാവും. അത്രയും തെറി പറയാൻ സാധ്യതയുള്ള ഒരു ദിവസമല്ലെന്ന്, അത്രയും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അവൻ. അപ്പൊ അവന്റെ ആ മാറ്റങ്ങളാണ് ഈ കാണുന്നത്. തെറി പറയാൻ അവൻ അറിയായിട്ടല്ല, ഈ ഒരു സമയത്ത് അവൻ പറയാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൻ മാറാൻ തീരുമാനിച്ചത് കൊണ്ടും മാറിയത് കൊണ്ടുമാണ്. അതൊക്കെ നല്ലൊരു കാര്യമാണ്. നല്ല ബോർഡിങ്ങിൽ ഞാൻ ആക്കി തരാം. ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം. ബോർഡിങ്ങിൽ പോയിട്ട് കുറച്ചാലും നിൽക്ക്, കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാകട്ടെ, മൈൻഡ് മാറട്ടെ. നിന്റെ ഈ മൈൻഡ് വെച്ചിട്ട് സീനാടാ. ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ബോർഡിങ്ങിലാക്കുക, കുറച്ചു കാലം ബോർഡിങ്ങിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊക്കെ തിരിച്ചു വരാന്നൊക്കെ പറയണ്ട. അതിനൊന്നും മമ്മു സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകാണ് ആള്. വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്, വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ്. നിന്നോട് നമുക്ക് സ്കൂളിലൊന്നും പോകണ്ട, ബോർഡിങ്ങിൽ ഞാൻ കൊണ്ടാക്കി തരാം. ഞാൻ ചിലവെല്ലാം നോക്കിക്കോളാം. കുറച്ചു കാലം ഒറ്റക്കൊന്നല്ല, അവിടെ ആൾക്കാരുണ്ടാവും. അവിടെ കുറച്ചു കാലം പോയി നിന്നാ ഒന്ന് ഇതാവും, ഒന്ന് മെച്യൂർഡ് ആയിട്ട് നിനക്ക് തിരിച്ചു വരാം. ഇങ്ങനെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പറയാ മോനെ ഇത് വെറുതെ ഇതാക്കാൻ കഴിയില്ലടാ. നീ ആലോചിച്ച് നോക്കിയാ മമ്മു, നീ ആലോചിച്ച് നോക്ക്. പണ്ടത്തെ പോലെ ആണോ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ ഇത്രയുള്ള മുട്ട പൈതല് 5 വയസ്സുള്ള ചെക്കൻ മുതല് 70 വയസ്സുള്ള ഉമ്മാമ്മമാർ വരെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒരു ആൾക്കാരെല്ലാം കാണുന്ന സ്ഥലത്ത് അവരെല്ലാരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താടാ? ഇത് നീ എന്താണ് അവിടെ പോയി പറഞ്ഞത്? നശിപ്പിച്ചില്ലടാ നീ. ഇതൊക്കെയാണ് മോനെ, ഇതൊക്കെയാണ് മാറ്റങ്ങൾ. കണ്ട ഇവന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ കാണുന്നത് തൊപ്പിന്റെ. ഇപ്പോഴാണ് ഇവർക്കൊക്കെ ഇതൊക്കെ മനസ്സിലായി വരുന്നത്. 5 വയസ്സുള്ള കുട്ടി മുതൽ 70 വയസ്സുള്ള ആൾക്കാർ വരെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ നമ്മൾ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് പഴയ തൊപ്പിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല. എന്ത് പുറത്താള് എന്താള്, അവൻ അങ്ങനെ തെറിയും പറഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ടാവും. ഇപ്പൊ അവന്റെ ജീവിതത്തിൽ വന്ന ആ ഒരു മാറ്റങ്ങളാണ് ഈ കാണുന്നത്. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. കുറച്ച് മാസങ്ങളായിട്ടേ ഉണ്ടാവുള്ളൂ ഈ ഒരു മാറ്റങ്ങൾ വന്നിട്ട്. നമ്മളൊരു 5-6 മാസം മുന്നത്തെ വീഡിയോ ലൈവൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം പൂരത്തെറികൾ പറയുന്നത്. ഇപ്പോ ഈ ഒരു ഗ്യാങ്ങിന് വന്ന മാറ്റം, ഈ ഒരു മാറ്റം വന്ന് നല്ല രീതിയിൽ പോണ സമയത്താണ് ഈ മമ്മൂന്റെ ഈ ഒരു വൃത്തികെട്ട സംസാരം വന്നത്. അത് ഈ ഗ്യാങ്ങിന് നല്ലൊരു അടിയായി. നിന്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ സംസാരിക്കാണ്ടെന്നാ പറയുന്നത്. വക്കീല് പറ, വക്കീൽ എന്താ പറയുന്നത് നോക്കട്ടെ. ആ വക്കീല് പറ.
അവൻ തെറ്റ് ചെയ്ത് അവനത് അഡ്മിറ്റ് ചെയ്ത് അവൻ അറിയാൻ അവൻ പറഞ്ഞു പോയി അവൻ ഉദ്ദേശിച്ചത് അവൻ ഫണ്ടിന് വേണ്ടി ചെയ്താന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ. മനസ്സിലായോ? എടാ അങ്ങനെ എടാ മോനെ എടാ ഞാൻ കാര്യം പറയട്ടെ, ശരിയാണ്, സൊസൈറ്റിയിൽ അവൻ ചെയ്തത് തെറ്റാണ്. ഗേൾസിന് അവനെതിരെ അല്ലെങ്കിൽ ആ സ്ത്രീത്വത്തിനെതിരായിട്ട് അവൻ സംസാരിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട്. പക്ഷെ ഒരാളെ അവന്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു പോയി, അവനത് അംഗീകരിച്ച് എന്റെ ഭാഗത്ത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി. ഈ സിറ്റുവേഷനിൽ ഇവരെല്ലാവരും കൂടി പുറത്താക്കി ഇവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിക്കാണ് ഈ സിറ്റുവേഷൻ വേഴ്സ് ആവുള്ളൂ. എങ്ങനെ ഏജ് കൺസിഡർ ചെയ്യും, അവന്റെ പ്രായം മനസ്സിലാക്കാം. അവൻ ഒറ്റക്കായിട്ട് അവൻ പല ഡിഫറൻസ് സ്റ്റേജിലോട്ട് പല സിറ്റുവേഷനിലോട്ട് പോകും. ബാക്കിയുള്ളവർക്ക് അറിയില്ല. എടാ മീൻസ് ഇവൻ എന്ത് സ്റ്റേജിൽ പോയാലും ഇവനൊരു ബോർഡിംഗ് സ്കൂളിലോ അല്ലെ അങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇവൻ സൂയിസൈഡ് ഒന്നും ചെയ്യൂല. പിന്നെന്താ പേടിക്കാനുള്ളത്? ബോർഡിംഗ് സ്കൂൾ ഒരു ഓപ്ഷനാണ്. നിന്റെ അത്രയും കെയർ ചെയ്യുന്ന പോലത്തെ ബോർഡിംഗ് സ്കൂൾ നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? ബോർഡിംഗ് സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം കൂടെ അവനെ ഒറ്റപ്പെടലിലോട്ട് പോകുമ്പോൾ ഈ ഒരു അവൻ ചെയ്ത മിസ്റ്റേക്ക് ആണ്, അഡ്മിറ്റ് തെറ്റാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, സൊസൈറ്റിക്ക് മനസ്സിലായി. ഒരു ചാൻസ് കൊടുക്കുമാറാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതിനെതിരാണ്. ഞാൻ എന്റെ ഇതിനെ ഓപ്പണായിട്ട് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിലാണ് വരാത്തത്. ഗ്യാങ്ങിന്റെ വക്കീലാണ് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത്. ഒരു ചാൻസ് കൊടുക്ക്, അവൻ ചെയ്ത തെറ്റുകളൊക്കെ അവൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ചാൻസ് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വക്കീല് പറയുന്നത്. അല്ല അതുകൊണ്ടല്ലേ ചാനലിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി MRC ഗ്യാങ്ങിന്റെ ചാനലിന്റെ പേര്. ജാസിക്ക് കൂടുതൽ ആൾക്കാരും ജാസി എന്ന ഇതുണ്ട്. സ്ക്രിപ്റ്റോ ആടാ സ്ക്രിപ്റ്റ്, എല്ലാം സ്ക്രിപ്റ്റ് തന്നെ. ജാസിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജാസി ലൈവ് ചെയ്യാം, ഷമീറിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷമീർ ലൈവ് ചെയ്യാം, റാംബോക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ റാംബോ ലൈവ് ചെയ്യാം. ആർക്കാന്ന് വെച്ചാൽ ഇവിടെ ലൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള അവരെല്ലാം മമ്മു ഒഴികെ ഈ ചാനലിൽ എല്ലാവരും ലൈവ് ചെയ്തോ. ഓക്കെ, മമ്മുവിന് ലൈവ് ചെയ്യണ്ട. മമ്മുവിന് ലൈവ് തുടങ്ങിയ മുതൽ ടൈമുള്ള അങ്ങനെ തന്നെ. അപ്പൊ മമ്മുവിന്റെ ചാനല് അവന്റെ പേരിന്ന് മാറ്റി MRC ഗ്യാങ് എന്ന പേരിലേക്ക് മാറ്റി. അവന് സ്വന്തമായിട്ട് കൊടുത്ത ചാനല്, നല്ല റീച്ചൊക്കെ ഉണ്ടായിരുന്ന ചാനല്, മമ്മു ലൈവൊക്കെ ചെയ്തിരുന്ന ചാനലാണ്. അപ്പൊ ആ ചാനല് പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ആ ചാനല് ഗ്യാങ്ങിന്റെ പേരിലേക്ക് മാറ്റി. അതൊന്നും ഒരു പണിഷ്മെന്റ് അല്ല. അതുകൊണ്ടൊക്കെ എന്താ അവന് കാര്യം? അവന് തിന്നാൻ കിട്ടിയാൽ മതി, അവന് വയറ് നിറച്ച് തിന്നാൻ കിട്ടിയാൽ മതി. ഇവരവനെ ഒഴിവാക്കൂലെന്ന് അവനറിയാം. ഇത് ചാനൽ പോയത് കൊണ്ടൊന്നും അവന് മാറാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി മമ്മൂനെ പിടിച്ച് കസാരയിൽ എത്തിയിട്ട് മമ്മൂനോട് ഓഡിയൻസിനോട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ആളവിടെ ഇരുന്നുകാണ്ട് ഇനി എന്താ പറയണോ? ആളെന്ത് പറയുന്നോ അതെന്ന് ഇവിടെ ഓഡിയൻസ് പറയുന്നതിന് ഇവിടെ വിലയുള്ളൂ. ഓക്കെ, അപ്പം നീ തന്നെ അവരോട് ചോദിക്കോ. അറിയില്ലേ ഇങ്ങനെയൊന്നും എന്റെ തലക്ക് വരൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിനിമയെല്ലാം കാണുന്ന പോലെ ചെയ്തത്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുമെന്ന്. ഇനി ഒന്നും ചെയ്യൂല. ഒരാളെ, ഒരു പെണ്ണുങ്ങളും ആരും ഒരു ഫാമിലിയിൽ ഒന്നും ഞാൻ പറയൂല. എല്ലാരും ക്ഷമ ചോദിക്കും. സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അവനെ MRC കിക്ക് ആക്കുന്ന പറയുന്ന ഇതാ, ഇത് നമ്മളെയും കൂടി ബാധിക്കുന്ന പോലെ. എന്തായാലും നിന്നെ പുറത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. പോൾ ഇട്ടിട്ടുണ്ടേ. കിക്ക് ഇവനെ പുറത്താക്കണം എന്നുള്ള ഒരു കിക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പുറത്താക്കണ്ട എന്നുള്ളതെങ്കിൽ നോ കിക്ക് എന്നുള്ളതാ. 100% 100% ആൾക്കാരും കിക്ക് എന്ന് പറയും. ഒരാൾ പോലും 1% പോലും നിന്നെ കിക്ക് ആക്കണ്ടെന്ന് പറയുന്നില്ല. 1% പോലും നിന്നെ നിർത്തിക്കണം എന്ന് പറയുന്നില്ല. എല്ലാരും പുറത്താക്കാനാ പറയുന്നത്. എല്ലാരും ഇറങ്ങിക്കോ, എടിക്കളിക്കോ, ബാഗ് വെക്കേ. കിക്ക് ഫ്രം ഗ്യാങ് ബട്ട് സ്റ്റേ ഹിം വിത്ത് യു ആൻഡ് ടേക്ക് കെയർ. ആ അങ്ങനെ ചെയ്താലോ എന്നാ പിന്നെ നമുക്ക് എന്തായാലും ഇവനെ പുറത്തേക്ക് വിട്ട ഡേഞ്ചറാണ്. ഒരു കാര്യം ചെയ്യാം, MRC ഇവനെ പുറത്താക്കാം. അല്ല അത് വേറെ വഴിയില്ലടാ. എടാ മാനേജ്മെന്റ് പറയുന്നത് എടാ മുത്തേ, ഞാൻ പറയുന്നത് എടാ മോനെ, ഞാൻ പറയുന്നത്. അപ്പോ ലൈവില് പോളിട്ടു. ആദ്യം 100% അവനെ പുറത്താക്കാനാണ് പോളിൽ വന്നത്. പിന്നെ അത് ഒരു 47% ഒക്കെ നോ പറഞ്ഞ് 53% കിക്കും പറഞ്ഞ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഗ്യാങ് ഒരു തീരുമാനം എടുക്കുന്നത്. അത് കമന്റിൽ വന്നൊരു തീരുമാനമാണ്. ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കിയിട്ട് അവനെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട്
അവനെ നോക്കുക, അവനെ പുറത്ത് വിടാതെ ഗ്യാങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുക്കുക. അത് ലൈവിലും ഗ്യാങ്ങിലും ഒന്നും പെടുത്താതെ വീട്ടിൽ തന്നെ നിർത്തുന്ന അങ്ങനെ ഒരു പണിഷ്മെന്റ്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അവരോടൊന്നും പറയുന്നത് കേക്ക്. MRCയിൽ നിനക്ക് തുടരാൻ പറ്റൂല, മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതെല്ലാം നിനക്ക് അറിയുന്നില്ല, നീ എന്ത് മണ്ടത്തര ഈ കരഞ്ഞോണ്ട് പറയുന്നത്. ഓക്കെ, നിന്നെ ആ വീടിന്ന് അയക്കുന്നില്ല, നീ ഇവിടെ നിന്നോ, പക്ഷെ ഗ്യാങ്ങിൽ നിനക്ക് ഇനി തുടരാൻ പറ്റൂല. ആ ടീഷർട്ട് തിരിച്ചേൽപ്പിച്ചോ, ബാക്കി കാര്യങ്ങളും തിരിച്ചേൽപ്പിച്ചോ, പേരും ലിസ്റ്റൊന്നും പേരും എന്റെ വെട്ടിക്കളഞ്ഞോ, വേറെ വഴിയില്ല മോനെ. കുറച്ച് ഞാനൊരു കാര്യം പറ്റും, ഒരു 6 മാസത്തേക്ക് സസ്പെൻഷൻ, അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂടാ, വേറെ വഴിയില്ല. എന്തായാലും എനിക്ക് ഗ്യാങ്ങിൽ നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാറും. ഗ്യാങ്ങില് 6 മാസം സസ്പെൻഷൻ കിട്ടിയിട്ട് എന്താണ്? ഒരു കാര്യമില്ല. മമ്മൂന് തിന്നാൻ കിട്ടിയാൽ മതി. മമ്മൂന് തിന്നാൻ കിട്ടുന്നിടത്തോളം കാലം മമ്മൂന് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, നിസ്കാരം. യെസ് 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 5 നേരം നിസ്കരിക്കട്ടെ. ഡബ്ല്യു ഡിഷൻ ബ്രോ, ഡബ്ല്യു ഡിഷൻ. അത് കിട്ടില്ല. വേറെ പറ, അടുത്ത പറ. എല്ലാ ദിവസവും രാവിലെ ജിമ്മ്, ഡയറ്റ്, ഇവന്റെ ഈ വാരി വലിച്ചുള്ള തീറ്റ നിർത്തിക്കണം. 5 നേരം നിസ്കരിക്കട്ടെ. പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഴ്സോ ഇതോ പഠിക്കാനും വിടാം. ഇതൊക്കെ സംഭവിച്ചാ നല്ലത്. 5 നേരം നമസ്കരിച്ച് ഡെയിലി ജിമ്മിന് പോവാ, ഡയറ്റ്, അതൊക്കെ സംഭവിച്ചാ നല്ലത്. സാലറി കട്ട്. അത് മെയിൻ ഞാൻ പറയാൻ മറന്നുപോയി. ഇവരിവിടെ ഒരു ജോലി ഇവിടെ ചെയ്യുന്നത്, ഇവന്റെ സാലറി കട്ടാണ്. ഓക്കെ, ഇവൻ എന്തായാലും എന്റെ സാലറി കട്ടാണ്, എന്റെ സാലറി ഇല്ല. ഇനി ഇവന്റെ വീട്ടിലേക്കുള്ളത് ഞാൻ വേണമെങ്കിൽ വീട്ടിലേക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം. അത് ഞാൻ ചോദിച്ചിട്ട് അത് ഞാൻ നോക്കി ചെയ്തോളാം. ഞാൻ കോൾ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നോക്കി ചെയ്തോളാം. ഓക്കെ, ഇവന്റെ കയ്യിലേക്ക് 10ന്റെ പൈസ ഞാൻ കൊടുക്കൂല. 10ന്റെ പൈസ ഞാൻ കൊടുക്കൂല, അത് ഞാൻ പറയാറാ. ഇവന്റെ പരിപാടി, ഇവന്റെ കയ്യിൽ ഒരു 10 പൈസ ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, അത് ഞാൻ എടുത്ത തീരുമാനം. ബ്രോ, അവനൊരു ഫാദർ ഫിഗർ ആണ്, സോ ഗൈഡ് ആസ് എ ഫാദർ. അതന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അല്ലെങ്കിൽ ഞാൻ പണ്ടെൻ്റെ ഉപ്പ എന്നോട് ചെയ്ത പോലെ ഞാൻ എന്തെങ്കിലും ചെയ്തപ്പോൾ അപ്പം തന്നെ എന്നെ പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ എന്നോട് ഒരിക്കലും ഞാനുമായിട്ടുള്ള ബന്ധം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെല്ലാം സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അത്രയും മുമ്പേ ചെയ്താണ് ജീവിച്ചത്. ഓക്കെ, അങ്ങനെ ഇവനാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? ഓനെ എടുത്ത് പുറത്തിടുന്ന അല്ലെങ്കിൽ ഓനുമായിട്ടുള്ള ബന്ധം ഇതാക്കുന്നില്ലല്ലോ. ഞാൻ മാക്സിമം ഓനെ നന്നാവാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും പണിഷ്മെന്റ് കൊണ്ടൊന്നും മമ്മു മാറാൻ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് സ്വയം മാറണം. അപ്പോൾ ഇനി ഈ വെറൈറ്റി മീഡിയയിലെ ആങ്കറായ നൈനിഷയാണോ നിഷാനയാണോ അങ്ങനെ എന്തോ പേര്, അവളുടെ മാപ്പ് പറച്ചിലാണ് ഇനി. അത് അടുത്ത ഘട്ടം അതാണല്ലോ. ഇത്രയൊക്കെ ചെയ്ത് ഇത് വീഡിയോ പബ്ലിഷായി നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ചെയ്യാനുള്ളത് അതാണല്ലോ, മാപ്പ് പറച്ചിൽ. അപ്പൊ ഇനി അതൊന്ന് കാണാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. മതിയല്ലോ, 10-200 ഇന്റർവ്യൂ ചെയ്താലും ഒരു ഇന്റർവ്യൂ മതിയല്ലോ, ഈ ഒരു ഇന്റർവ്യൂ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി. ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. എന്താണ് ഈ പറയുന്നത്? ഗസ്റ്റ് അങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്ന് എന്റെ മനസ്സിൽ വന്നില്ല, എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ ക്യാമറ ഓഫ് ചെയ്യാലോ, ഇത് ലൈവ് ഒന്നുമല്ലല്ലോ, കട്ടാക്കിയിട്ട് വീണ്ടും തുടരാലോ. എനിക്ക് അയാൾ പറഞ്ഞ ആൻസറിനോട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് മാറ്റിയിട്ട് വേറെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം, നിങ്ങളെ എഡിറ്ററോട് ഡയറക്ടറോട് പറയാം, ആ ഒരു ഭാഗം എനിക്ക് മോശം ഇമേജ് തരും, അപ്പൊ ആ ഒരു ഭാഗം കട്ട് ചെയ്യണം എന്ന് പറയാലോ. എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലല്ലോ ഇങ്ങനൊരു വീണ്ടും വിചാരം വേണ്ടത്.
അപ്പോൾ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. വളരെ മോശമായി പോയി, ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും മാപ്പ് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത ഘട്ടം. മാപ്പ് ചോദിച്ചു. നിഷാൻ എപ്പോഴും പേര് എനിക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ ഇയാള് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ആണ്, ലൈവിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഒന്നെങ്കിൽ ഈ ഒരു വിവാദത്തോടു കൂടി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തോടു കൂടി മമ്മു എന്നൊരു വ്യക്തി നന്നായി നല്ലൊരു മനുഷ്യനായി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, വീണ്ടും പഴയ രീതിയിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ മമ്മു എന്നൊരാളുടെ അവസ്ഥ എന്താവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് ഈ ഒരു കിട്ടിയൊരു അടിയിൽ നല്ലൊരു മനുഷ്യനായിട്ട് തിരിച്ചു വന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മമ്മുവിന് കഴിയട്ടെ. ഗ്യാങ്ങിൽ വീണ്ടും തിരിച്ചു വന്ന് പഴയതുപോലെ വേണ്ട, പുതിയതായിട്ട് പുതിയൊരു മനുഷ്യനായിട്ട് പുതിയ രീതിയിൽ ഗ്യാങ് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.